2 വിവാഹം കഴിഞ്ഞപ്പോഴും എല്ലാവരാലും അതായത് എൻ്റെ പപ്പയുടെ വീട്ടുകാർ, മമ്മിയുടെ വീട്ടുകാർ, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയും അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കൊരു വിഷമാണല്ലോ. അങ്ങനെ പല പ്രതിസന്ധികളിലൂടെ കടന്നു വന്നപ്പോഴും ഞാൻ ഈ കൃപാസനത്തിലേക്ക് ഞാൻ ഫോണിൽ വിളിക്കുകയും സിസ്റ്റേഴ്സിനോട് ഈ കാര്യങ്ങൾ പറയുകയും എനിക്കൊരു വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രയർ റിക്വസ്റ്റ് ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും ഞാൻ യൂട്യൂബിലൂടെ കണ്ടപ്പം അച്ഛൻ വിവാഹത്തിനെക്കുറിച്ച് വിവാഹിതരാവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രയർ വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അത് ലൈവ് അല്ലായിരുന്നു, അതും എപ്പോഴോ ടെലികാസ്റ്റ് ചെയ്തായിരുന്നു. എന്നാൽ ഞാനത് കാണുകയും ഓപ്പൺ ചെയ്ത് കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. കൂടാതെ ഞാൻ അതിൽ ഒരു യൂട്യൂബിലൂടെ ഈ നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രെയർ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോസ്റ്റ് ചെയ്ത് ഞാൻ പേപ്പറിൽ എഴുതിയെടുക്കുകയും അത് ഞാൻ ഉടമ്പടി എടുക്കാതെ തന്നെ ഞാൻ 3 മാസത്തോളം ഞാനത് പ്രാർത്ഥിച്ച് പൂർത്തീകരിച്ചു. എന്നാൽ ഞാനത് പ്രാർത്ഥിച്ച് 3 ആഴ്ച ആകുമ്പോഴേക്കും ഞാൻ തന്നെ പേപ്പറിൽ കണ്ട് ഒരു 10-20 പേരെ വിളിക്കുകയും അത് ഏതും ശരിയാവാതെ വന്നപ്പോൾ വീണ്ടും ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അതിലുണ്ടായിരുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിലേക്ക് തോന്നുകയും ഞാനത് സെലക്ട് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്തു. ആ പ്രകാരം ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ 3ാമത്തെ വിവാഹം നടത്തുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ കീഴിൽ വന്ന് പ്രാർത്ഥിച്ചേക്കാം, ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞേക്കാം, കൃപാസനത്തിൽ വന്ന് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് തന്നെയാണ് ഇവിടെ കൃപാസനത്തിൽ വന്നത്. ഇപ്പോൾ 1 മാസമേ ആയുള്ളൂ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ദൈവകൃപയാൽ സന്തോഷത്തോടെ ഇരിക്കുന്നു.